ഈശംസിയായി സ്നേഹമുള്ളവരെ, രാമനാഥപുരം രൂപതയുടെ ഡിഡാക്കെ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ മുമ്പിൽ ഞാനിന്ന് നിൽക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് വന്ന ചില ചോദ്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതിനെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം സർവശക്തനാണെങ്കിൽ ദൈവത്തിന് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാനും പൊറുക്കാനും സാധിക്കുമല്ലോ. പിന്നെ എന്തിനാണ് ഈശോയെ വിട്ട് ഈശോയെ കുരിശിൽ മരിക്കാനായിട്ട് അനുവദിച്ചത്? ഈശോയുടെ കുരിശുമരണം ഇല്ലാണ്ട് തന്നെ ദൈവത്തിന് വളരെ പവർഫുള്ളാണ്, മുഴുവൻ സർവശക്തനാണെങ്കിൽ നമ്മുടെ പാപങ്ങൾ മോചിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം, പഴയ നിയമത്തിൽ പാപപരിഹാരത്തിൻ്റെ ബലി നമ്മൾ കാണുന്നുണ്ട്. മൃഗങ്ങളെ ബലിയായിട്ട് അർപ്പിക്കുന്ന ഒരു ചിന്ത നമ്മൾ ബൈബിളിൽ കണ്ടുപിടിക്കുമ്പോൾ കാണുന്നുണ്ട്. അത് മോശയുടെ നിയമപ്രകാരവും മോശയുടെ കാലത്തും നമ്മളത് അവിടെ പഴയ നിയമത്തിൽ കാണുന്ന കാര്യമാണ്. അപ്പോൾ അറ്റോൺമെൻറ്റ് ഫോർ അവർ സിൻ എന്നുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മുടെ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ ദൈവം തന്നെ പുത്രനെ അയച്ചു. ആ അർത്ഥത്തിൽ നമുക്ക് എടുക്കാം, ഫോർ ദ അറ്റോൺമെൻറ്റ് ഓഫ് അവർ ഓൺ സിൻസ്. അപ്പോൾ ദൈവത്തിൻ്റെ നീതി അത് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ പാപങ്ങൾക്ക് ഒരു വില കൊടുക്കണം. നമ്മുടെ പാപങ്ങൾക്ക് വില കൊടുത്തത് ഈശോയാണ്. ഈശോയുടെ പീഡാനുഭവവും കുരിശുമരണവും ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ചത്. അപ്പോൾ അത് ആ അർത്ഥത്തിലെടുക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈശോയുടെ ആ ബലിയിലൂടെ പരിപൂർണ ദൈവവും പരിപൂർണ മനുഷ്യനുമായ ആ ബലിയിലൂടെ മനുഷ്യവർഗത്തെ ദൈവവുമായി രമ്യതപ്പെടുത്തുന്ന പ്രക്രിയ സംഭവിച്ചു. നമുക്കറിയാം, നമ്മുടെ കുർബാനയിൽ പരിശുദ്ധൻ ഓശാന കീർത്തനം പാടുന്ന സമയത്ത് വൈദികൻ സ്വരം താഴ്ത്തി ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന അവസാനിക്കുന്നതിൽ എൻ്റെ സ്ഥിതി എത്ര ദുർഭകം എന്നൊക്കെ പറഞ്ഞുള്ള പ്രാർത്ഥന യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായവും വെളിപാടിൻ്റെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിലുള്ള ആ ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പ്രാർത്ഥന, അതിനോട് ഘടിപ്പിച്ചിട്ടാണ്. അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നൊരു കാര്യമുണ്ട്, ഭൂവാസികളെ സ്വർഗവാസികളോട് ഒന്നിപ്പിച്ച അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് സ്തുതി. അപ്പോൾ ഈ അനന്തമായ കാരുണ്യം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തെക്കുറിച്ചാണ്. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം കൊണ്ടാണ് ഭൂവാസികളെ തൻ്റെ പുത്രൻ്റെ രക്ഷാകര ബലിയിലൂടെ പിതാവായ ദൈവവുമായി സ്വർഗവുമായിട്ട് രമ്യതപ്പെടുത്തിയത്. അപ്പോൾ അതുകൊണ്ട് അവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഒന്ന് അറ്റോൺമെൻറ്റ് സാക്രിഫൈസ്, പാപപരിഹാര ബലി ഈശോയിലൂടെ പൂർത്തിയായി, പാപത്തിനുള്ള പരിഹാര ബലി. അതിലൂടെ പിതാവായ ദൈവവുമായിട്ട് മനുഷ്യവർഗത്തിൻ്റെ അനുരഞ്ജനം നടന്നു. മറ്റൊരു കാര്യം ഉദ്ദേശിക്കുന്നതാണ്, അതായത് അത് ഈ ദൈവത്തിൻ്റെ രക്ഷാകരമായ സ്നേഹത്തിൻ്റെയും കൂടി അടയാളമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, തന്നിൽ വിശ്വസിക്കുന്നവർ ഒരിക്കലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ പുത്രനെ നൽകത്തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പോൾ ദൈവത്തിന് മനുഷ്യവർഗത്തോടുള്ള റിഡംപ്റ്റീവ് ലവ്, വീണ്ടെടുപ്പിൻ്റെ, അതായത് സ്നേഹം, അൾട്ടിമേറ്റ് എക്സ്പ്രഷൻ ഓഫ് ഗോഡ്സ് ലവ് ഫോർ ഹ്യൂമാനിറ്റി. അപ്പോൾ മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളം കൂടിയാണ് ഈശോയുടെ കാൽവരിയിലെ ബലി. മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇറ്റ് വാസ് എ വിക്ടറി ഓവർ സിൻ ആൻഡ് ഡെത്ത് എന്നുള്ളതാണ്. അതായത് പാപത്തിൻ്റെ മരണത്തിൻ്റെ ശക്തികളുടെ മേലുള്ള വിജയമായിരുന്നു ഈശോയുടെ പീഡാനുഭവവും കുരിശുമരണവും ഉത്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം, അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ, നമ്മുടെ രക്ഷയുടെ സെൻട്രൽ പോയിൻ്റാണ് ക്രൂസിഫിഷൻ ദാറ്റ് ഹാപ്പൻ ഓൺ ദ മൗണ്ട് കാൽവരി. അപ്പോൾ കാൽവരി മലയിൽ അരങ്ങേറിയ ഈശോയുടെ കുരിശുമരണം എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ, ക്രിസ്തീയ രക്ഷയുടെ ഒരു സെൻട്രൽ സംഭവമാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ഒന്നിനെക്കുറിച്ച് മാത്രമേ പറയാൻ ആഗ്രഹിച്ചുള്ളൂ, ക്രൂശിതനായ ക്രിസ്തു, യേശുവിനെക്കുറിച്ച് മാത്രമേ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിച്ചുള്ളൂ, അതും ക്രൂശിതനായ ക്രിസ്തുവിനെക്കുറിച്ച് മാത്രം. അപ്പോൾ അതുകൊണ്ട് ആ യഥാർത്ഥത്തിൽ ആദിമസഭയുടെ ആ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ക്രൂസിഫൈഡ് ക്രൈസ്റ്റ്, ക്രൂശിതനായ ക്രിസ്തു. അപ്പോൾ ക്രൂസിഫിഷൻ എന്ന് പറയുന്നത് നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി കർത്താവ്, പിതാവായ ദൈവം അയച്ച ബലിവസ്തുവായ കർത്താവ് നമ്മളോടൊരു മനുഷ്യവർഗത്തോടുള്ള സ്നേഹത്തെ പ്രതി പാപത്തെയും മരണത്തെയും അതിജീവിക്കാൻ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നു. അപ്പം അതുകൊണ്ട് അത് പിതാവായ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി, മനുഷ്യവർഗത്തിന് വേണ്ടിയുള്ള രക്ഷാകര പദ്ധതിയുടെ ഒരു ഭാഗമായിരുന്നു ഈ പറഞ്ഞ
ഈശോയുടെ കുരിശുമരണം. അപ്പം അതുകൊണ്ട് ദൈവത്തിന് ശക്തിയില്ലാതെയല്ല, പക്ഷേ ആ ദൈവം തൻ്റെ ശക്തിയുടെ അപ്പുറത്ത് പരിപൂർണ ദൈവവും പരിപൂർണ മനുഷ്യനുമായിട്ട് ഈ ലോകത്തിലേക്ക് പുത്രനെ അയച്ച് ആ പുത്രനിലൂടെ ഈ മനുഷ്യവർഗത്തോടുള്ള സ്നേഹവും കരുണയും കൂട്ടായ്മയൊക്കെ പ്രകടിപ്പിച്ചു. അങ്ങനെയാണ് കർത്താവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ദൈവം പരിപൂർണ അല്ലാത്തതുകൊണ്ടോ ദൈവത്തിന് ശക്തിയില്ലാത്തതുകൊണ്ടല്ല ക്രിസ്തുവിനെ അയക്കാതെ തന്നെ മനുഷ്യരെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, പാപത്തെ മറക്കാൻ, പാപം പൊറുക്കാൻ ദൈവത്തിന് സാധിക്കാത്തത് കൊണ്ടല്ല. പക്ഷേ ഇങ്ങനെ ഒരു രക്ഷാകരമായ സ്നേഹവും കരുണയും ഒക്കെ ഈശോയിലൂടെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനെ രക്ഷകനായിട്ട് ഈശോയെ അയച്ചത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം.